ശീതോപചാര ദ്രവ്യങ്ങളിൽ ശ്രേഷ്ഠവും സുഗന്ധ തൈലങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഒരു ഔഷധ സസ്യമാണ് രാമച്ചം. പോയേസിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം ക്രൈസോപോഗോൺ സിസാനിയോയിഡസ് എന്നാണ്. ഹിന്ദിയിൽ ഖസ് എന്നും സംസ്കൃതത്തിൽ ഉഷിര എന്നും രാമച്ചം അറിയപ്പെടുന്നു. ഒരു മീറ്റർ വരെ ഉയരമുള്ള ഈ വാസനപ്പുല്ല് വലിയ ചുവടുകളായി വളരുന്നു. ഇലകൾ വീതി കുറഞ്ഞതും നീളമുള്ളവയുമാണ്. പൂങ്കുലകൾക്ക് 15 മുതൽ 40 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. രാമച്ചത്തിന് ആഴത്തിൽ വളരുന്ന ശക്തമായ നാരുവേരാണ് ഉള്ളത്. വേരിലാണ് സുഗന്ധ തൈലം അടങ്ങിയിരിക്കുന്നത്. വടക്കേ ഇന്ത്യൻ, തെക്കേ ഇന്ത്യൻ എന്നിങ്ങനെ 2 തരം രാമച്ചമുണ്ട്. തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ വിത്തുണ്ടാകാറില്ല. പൊതുവെ വടക്കേ ഇന്ത്യൻ ഇനങ്ങളുടെ തൈലം സുഗന്ധമേറിയവയാണ്. പക്ഷേ തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ നിന്നാണ് കൂടുതൽ വേരും തൈലവും ലഭിക്കുന്നത്. ഇപ്പോൾ ഇവ തമ്മിലുള്ള സങ്കര ഇനങ്ങളും നിലവിലുണ്ട്. ഓടക്കാലി സുഗന്ധ തൈല മരുന്ന് ചെടി ഗവേഷണ കേന്ദ്രത്തിലെ ജനിതക ശേഖരത്തിൽ 28 തരം രാമച്ചമുണ്ട്. ഇവയിൽ നിന്നും തിരഞ്ഞെടുത്ത മേന്മയേറിയ ഒരിനമാണ് ODV3. സുഗന്ധ, ധാരിണി, ഗുലാബി, കേശരി, സിംവൃദ്ധി എന്നിവ ലഖ്നൌവിലുള്ള ഔഷധ സസ്യ സുഗന്ധ തൈല സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ഇനങ്ങളാണ്. കൂടാതെ ഡൽഹിയിലുള്ള NBPGR എന്ന ദേശീയ സ്ഥാപനത്തിൽ നിന്നും പൂസ ഹൈബ്രിഡ് 8 എന്ന ഇനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. രാമച്ച തൈലത്തിൽ അടങ്ങിയിട്ടുള്ള വെറ്റിവെറോൾ, ആൽഫ വെറ്റിവോൺ, ബീറ്റ വെറ്റിവോൺ, വെറ്റിവെറൈൽ വെറ്റിവനേറ്റ് എന്നീ രാസഘടകങ്ങളാണ് സുഗന്ധത്തിന് നിദാനം. രാമച്ചത്തിന്റെ വേരാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിൽ രാമച്ച തൈലം ഉപയോഗിക്കപ്പെടുന്നു. രാമച്ചം ദഹനത്തെ സഹായിക്കുകയും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദാഹശമനി ഉണ്ടാക്കുവാനും വെള്ളം ശുദ്ധി ചെയ്യുവാനും രാമച്ചം ഉപയോഗിച്ചു വരുന്നു. ഛർദിക്കും അതിസാരത്തിനും രാമച്ചമിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. രാമച്ച വേരിട്ട വെള്ളം കുടിച്ചാൽ കുളിർമയും ഉന്മേഷവും ലഭിക്കും. രക്തം ശുദ്ധീകരിക്കുവാനും ശരീര ദുർഗന്ധം അകറ്റാനും അമിത വിയർപ്പിനും രാമച്ചം ഫലപ്രദമാണ്. ശരീരവേദനകളെ ശമിപ്പിക്കുവാൻ ഈ തൈലം ദേഹത്ത് പുരട്ടിയാൽ മതി. ശ്വാസകോശ രോഗങ്ങൾ, സന്ധിവേദന, ത്വക്ക് രോഗങ്ങൾ, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് രാമച്ചം ചേർത്ത ഔഷധങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. വിഷജന്തുക്കളിൽ നിന്നും മറ്റ് ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ശരീരത്തിലെത്തുന്ന വിഷാംശത്തെ നിർവീര്യമാക്കാൻ രാമച്ചത്തിന്റെ ദീർഘകാല ഉപയോഗം പ്രയോജനപ്പെടുന്നു. രാമച്ച തൈലം പാമ്പുവിഷത്തിന് ഉത്തമമാണ്. രാമച്ച വേരിട്ട് കാച്ചിയ എണ്ണ തലയിൽ തേച്ചാൽ മുടികൊഴിച്ചിൽ തടയുന്നതോടൊപ്പം തലയ്ക്ക് കുളിർമയും ലഭിക്കുന്നു. ദ്രാക്ഷാദി കഷായം, നിഷാഗദാദി കഷായം, രാസ്നാദി കഷായം, രാസ്നാദി ചോർണം തുടങ്ങി നിരവധി ആയുർവേദ മരുന്നുകളിൽ രാമച്ചം പ്രധാന ഘടകമാണ്. രാമച്ചം പുകയ്ക്കുന്നത് സുഗന്ധത്തിനും രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും കീടങ്ങളെ അകറ്റുന്നതിനും നല്ലതാണ്. പൂജാതി കർമ്മങ്ങളിൽ രാമച്ചത്തിന്റെ വേരും ഉപയോഗിച്ചു വരുന്നു. തൈലം വാറ്റിയതിനു ശേഷം ലഭിക്കുന്ന വേരുകൾ കാർഡ്ബോർഡ്, പേപ്പർ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു വരുന്നു. രാമച്ചത്തിന്റെ വേര് സോപ്പ്, ബാത്ത് ബ്രഷുകൾ, കുട്ട, വിശറി, പായ, മെത്ത, ചെരുപ്പ്, കർട്ടൻ,
ചെയർ കുഷ്യൻ, തലയിണ, മറ്റു കരകൗശല വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നു. രാമച്ചത്തിന്റെ ഇളം ഇലകൾ കാലിത്തീറ്റയായും ഉണങ്ങിയ പുല്ല് പുരമേയാനും കിടക്കയുണ്ടാക്കാനും വിളകൾക്ക് പുതയിടുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. രാമച്ചത്തിന്റെ തണ്ടും പൂങ്കുലയും ഉപയോഗിച്ച് ചൂലും അലങ്കാരക്കുട്ടകളും ഉണ്ടാക്കാം. ആഴത്തിലുള്ള വേരുപടലവും ചിരസ്ഥായി സ്വഭാവവും രാമച്ചത്തിനെ ഏറ്റവും അനുയോജ്യമായ മണ്ണൊലിപ്പ് നിവാരണ സസ്യമാക്കുന്നു. വിത്തുൽപാദനമില്ലാത്ത തെക്കേ ഇന്ത്യൻ ഇനങ്ങളാണ് ഇതിന് ഉത്തമം. കുത്തനെയുള്ള മലനിരകളിൽ തട്ടുകൾ തിരിച്ച് കൃഷി ചെയ്യുമ്പോൾ തട്ടുകൾക്ക് ശക്തിയേകാൻ രാമച്ചം ഉപയോഗിക്കുന്നു. റോഡുകളുടെയും റെയിൽപാതകളുടെയും വശങ്ങൾ ഇടിവു തട്ടാതെ സംരക്ഷിക്കാൻ രാമച്ചം വെച്ചു പിടിപ്പിക്കാം. മലിനജലം ശുദ്ധമാക്കാനും ചതുപ്പുനിലങ്ങൾ വീണ്ടെടുക്കാനും രാമച്ചം ഉപയോഗിച്ചു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉദ്ദേശം 1300 മീറ്റർ വരെ ഉയരമുള്ളതും 1000 മുതൽ 2000 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതും 21 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ളതുമായ സ്ഥലങ്ങളിൽ രാമച്ചം കൃഷി ചെയ്യാം. ഉപ്പുരസവും ക്ഷാരഗുണവുമുള്ള മണ്ണിലും രാമച്ചം വളരും. കളിമണ്ണിൽ വളർത്തുന്ന രാമച്ചത്തിന് മണലിൽ വളരുന്നതിനേക്കാൾ കൂടുതൽ തൈലമുണ്ടായിരിക്കും. മണൽ പ്രദേശങ്ങളിൽ വേരിന്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. മാത്രവുമല്ല, വളരെ എളുപ്പത്തിൽ വിളവെടുക്കുവാനും സാധിക്കുന്നു. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഇവ വളരെ അനുയോജ്യമാണ്. ചെടികളുടെ നല്ല ചിനപ്പുകൾ 15 മുതൽ 20 സെന്റിമീറ്റർ വരെ നീളത്തിൽ മുറിച്ച് നടുവാൻ ഉപയോഗിക്കുന്നു. 1 ഏക്കർ നടുന്നതിന് ഏകദേശം 40,000 ചിനപ്പുകൾ വേണം. നടാനുള്ള സ്ഥലം ഏക്കറൊന്നിന് 2 മുതൽ 4 ടൺ കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് ഉഴുത് പരുവപ്പെടുത്തിയ ശേഷം വാരങ്ങളായി തിരിക്കണം. മഴക്കാലാരംഭത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ 2-3 ചിനപ്പുകൾ 1-1.5 അടി അകലത്തിൽ വാരത്തിൽ നടുക. നട്ട ശേഷം പുതവയ്ക്കുന്നത് കളശല്യം കുറയ്ക്കുവാൻ സഹായിക്കും. ഏക്കറൊന്നിന് ഏകദേശം 25 കിലോ യൂറിയ, 70 കിലോ രാജ്ഫോസ്, 20 കിലോ പൊട്ടാഷ് എന്ന തോതിൽ വളം ചെയ്യുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും വിളവിനും അഭികാമ്യമാണ്. രാജ്ഫോസ് മുഴുവൻ അടിവളമായും യൂറിയയും പൊട്ടാഷും 2-3 തവണകളിലായി കളയെടുപ്പിനു ശേഷം ഇട്ട് മണ്ണണയ്ക്കാം. രാമച്ചത്തിന് കീടരോഗശല്യം പൊതുവെ കുറവാണ്. തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണമോ ഇലകരിച്ചിലോ കണ്ടാൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാം. വേരിന്റെ ഉപയോഗത്തെ ആശ്രയിച്ചാണ് വിളവെടുപ്പിന്റെ സമയം നിശ്ചയിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേര് ലഭിക്കുന്നതിന് 15-ാം മാസവും ഗുണമേന്മയുള്ള തൈലം ലഭിക്കുന്നതിന് 18-ാം മാസവും വിളവെടുക്കണം. പൊതുവെ ഒക്ടോബർ മാസം മുതൽ വിളവെടുത്ത് തുടങ്ങാം. താഴ്ചയിൽ മണ്ണിളക്കിയാണ് വേരെടുക്കുന്നത്. പറിച്ചെടുത്ത വേര് നന്നായി കഴുകി കെട്ടുകളാക്കി വിപണനത്തിന് തയ്യാറാക്കുന്നു.
ശാസ്ത്രീയ കൃഷിരീതികൾ അനുവർത്തിച്ചാൽ ഒരേക്കറിൽ നിന്നും ഉദ്ദേശം 1.5 ടൺ വേര് കിട്ടും. വേര് ചെറിയ കഷണങ്ങളായി മുറിച്ച് 36 മുതൽ 72 മണിക്കൂർ തുടർച്ചയായി ആവിവാറ്റ് നടത്തിയാണ് തൈലം വേർതിരിച്ചെടുക്കുന്നത്. വേരിൽ 1.5% തൈലമുണ്ട്. ഒരേക്കറിൽ നിന്നും ഉദ്ദേശം 8 മുതൽ 10 കിലോഗ്രാം തൈലം ലഭിക്കും.